അപ്പോൾ SITയുടെ ഭാഷയിൽ ഇപ്പോൾ തന്ത്രിയുടെ കാര്യത്തിൽ പറയുന്നത് എന്താ? തന്ത്രി മൗനാനുവാദം കൊടുത്തുകൊണ്ട് ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടവും പ്രതികൾക്ക് അന്യായ ലാഭവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ, മാനുവലിനെ വകവയ്ക്കാതെ, ഹൈക്കോടതിയുടെ ഉത്തരവിനെ വകവയ്ക്കാതെ ഈ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് അനുമതി നൽകിയിരിക്കുന്ന PS പ്രശാന്ത് ചെയ്തിരിക്കുന്നത് എന്ത് തരത്തിലുള്ള കുറ്റമാണെന്നാണ് SIT മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഈ കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണോ ഈ അന്വേഷണ സംഘത്തിലുള്ളത്? വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള ആൾക്കാരല്ലേ? പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ചില ആൾക്കാരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും, ചില ആൾക്കാരെ അറസ്റ്റ് ചെയ്യില്ല, ചില ആൾക്കാരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കോടതി ഞങ്ങളെ വിരട്ടണം, ഇനിയും ചില ആൾക്കാരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് പരിഗണിക്കണമെങ്കിൽ കോടതി ഞങ്ങളെ ചീത്ത വിളിക്കണം. അങ്ങനെ ഒരു അന്വേഷണം നടക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു അന്വേഷണത്തിന് നമ്മൾ ദേവസ്വം ബെഞ്ച് പൂർണ്ണമായിട്ടുള്ള തൃപ്തി ഉണ്ട് എന്ന് പറയുമ്പോഴും ജസ്റ്റിസ് ബദറുദ്ദീൻ ഇതിന് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരാളിനെ പോലെ തന്നെ നിന്ന് കണ്ടുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കുള്ള സംശയങ്ങളാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ ആ സംശയങ്ങൾ വാലിഡ് ആണ്, അല്ലാതെ വെറുതെ ഒരു സംശയം ഉണ്ടാക്കി നമ്മൾ ചോദിക്കുകയല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ മൗനാനുവാദത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും എന്നാൽ നിയമപരമായിട്ട് രേഖാമൂലം നൽകിയിരിക്കുന്ന അനുവാദത്തിന് ആ പ്രാധാന്യം നൽകാതിരിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു എന്നാണ്. എന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ടുള്ള 4 കാര്യങ്ങളിൽ ഡയറക്റ്റ് ആയിട്ടുള്ള അപ്രൂവൽ കൊടുത്തിരിക്കുന്ന ഒരാളിനെ പുറത്തു നിർത്തിയതിന് ശേഷം മൗനാനുവാദത്തിന് അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് SIT ശ്രമിക്കുന്നത് എങ്കിൽ പിന്നെ ഈ കാര്യത്തിൽ എന്ത് തരത്തിലുള്ള ശരിയായിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ചെറിയ സ്വർണ്ണ തട്ടിപ്പ് എന്ന രീതിയിലത്തേക്ക് പരിമിതപ്പെടുത്തുന്നതിനും നമ്മൾ ഈ പറയുന്ന വലിയ സുഭാഷ് കപൂർ മോഡലൊന്നും തന്നെ ഇല്ലാതിരിക്കുന്നതിനും ഇതിലുള്ള പല ആൾക്കാരെയും, രാഷ്ട്രീയ സ്വാധീനമുള്ള PS പ്രശാന്തിനെ പോലെ, ശങ്കരദാസിനെ പോലെയുള്ള ആൾക്കാരെ പുറത്തു നിർത്തിക്കൊണ്ട് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ദേവസ്വം വിജിലൻസിന് ഉള്ള റോള് വരെ അസ്യൂം ചെയ്തിട്ട് തന്ത്രി ഇതിൽ ശ്രമിക്കണം, അദ്ദേഹമായിരുന്നു ഇത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു കുടുക്കൽ ആംഗിൾ ഉണ്ട് എന്ന രീതിയിലത്തേക്ക് ആൾക്കാർ സംശയിക്കും. അങ്ങനെ സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവിടെ ശ്രമിക്കേണ്ടിയിരുന്നത് ആരാണ്? SIT ആണ്. പക്ഷെ SIT അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഇന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ വീണ്ടും SITയെ ഇതേപോലെ തന്നെ വിമർശിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ധാർമ്മികമായിട്ടാണെങ്കിലും അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന രീതിയിലത്തേക്ക് നമ്മളൊരു വാദത്തിന് ഇപ്പോൾ അംഗീകരിക്കുന്നു എന്ന് കരുതിക്കോളൂ. അത് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകാനുള്ള ഒരു മൗനാനുവാദമാണ് എന്നാണ് SIT പറയുന്നത്. അപ്പോൾ ആ മൗനാനുവാദം അദ്ദേഹം കൊടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞത് മൗനാനുവാദം കൊടുത്തിരിക്കുന്ന ആളിനെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാമെങ്കിൽ രേഖാമൂലമുള്ള അനുവാദം കൊടുത്തിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ ശങ്കർദാസിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികളെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എഴുതിയപ്പോൾ അതേ ഉത്തരവാദിത്തമുള്ള ഭരണസമിതിയിലെ അംഗമാണ് ശങ്കർദാസ്. പക്ഷെ ശങ്കർദാസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഈ പ്രസിഡന്റ് പത്മകുമാർ ഇതൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ആർക്കെങ്കിലും റിപ്പോർട്ട് ചെയ്യാമല്ലോ. അല്ലാതെ തന്ത്രിക്ക് മാത്രമല്ലല്ലോ റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ധാർമ്മികതയോ ഉത്തരവാദിത്വമോ ഒക്കെ ഉള്ളത്. ശങ്കർദാസിനും റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ ശങ്കർദാസിന് വേണമെങ്കിൽ ആർക്ക് റിപ്പോർട്ട് ചെയ്യാം? തന്ത്രി റിപ്പോർട്ട് ചെയ്യേണ്ടത് ദേവസ്വം ബോർഡിനാണെങ്കിൽ ദേവസ്വം ബോർഡിൽ തന്നെ ഒരു വിയോജനക്കുറിപ്പ് ശങ്കർദാസിനും എഴുതാം. അദ്ദേഹം ചെയ്തിട്ടില്ല. പൊളിറ്റിക്കൽ അപ്പോയിന്റിയാണ് അദ്ദേഹം. ഇപ്പൊ നമ്മൾ പറയുന്നല്ലോ, ഈ പോറ്റിയെ കൊണ്ടുവന്നിരിക്കുന്ന ആള് തന്ത്രിയാണെങ്കിൽ അതിന്റെ ലൈബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ശങ്കർദാസിനെ കൊണ്ടുവന്നിരിക്കുന്ന ആരാണ്? CPI ആണ്. അങ്ങനെയാണെങ്കിൽ CPIയുടെ മന്ത്രിമാരോട് പറയാം, സർക്കാരിൽ ദേവസ്വം മന്ത്രിയുണ്ട്, അവരോട് പറയാം. അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല എന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ CPMനെയും പിണറായി വിജയൻ സർക്കാരിനെയും വെട്ടിലാക്കിയ ഒന്നായിരുന്നു ശബരിമല സ്വർണ്ണ കൊള്ളക്കേസ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആളുകളിൽ 90% ആളുകളും CPMന്റെ സമുന്നതരായ നേതാക്കന്മാരായിരുന്നു. CPMന്റെ MLA ഉണ്ടായിരുന്നു, CPMന്റെ മന്ത്രിയുടെ അഡീഷണൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ടായിരുന്നു, CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, CPMന്റെ ദേവസ്വം സംഘടന ഭാരവാഹികൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള CPMന്റെ സമുന്നത നേതാക്കൾ തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി ജയിലിൽ കഴിയുന്നവരിൽ 90% എന്ന് വരുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ CPM സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും തെല്ലെന്നുമല്ല വിരളി പിടിപ്പിച്ചത്, വെട്ടിലാക്കിയത്. ഇതിൽ നിന്ന് ഏതു വിധേനയും തടിയൂരേണ്ടു എന്നുള്ള നിലയിൽ കാര്യങ്ങൾ തലപുകഞ്ഞാലോചിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിന് ചില വെളിപാടുകൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ തന്ത്രിയായ കണ്ഠരര് രാജീവരെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ എമ്പാടും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ആദ്യ പകുതിയിൽ നല്ല രീതിയിൽ നടന്നിരുന്നു എങ്കിലും CPMന്റെ സമുന്നതരായ നേതാക്കൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകാൻ തുടങ്ങിയതോടെ പിന്നീട് SITയുടെ സ്വഭാവം മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നിശിതമായി വിമർശിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെ ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്, വമ്പന്മാരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തിച്ചേരുന്നില്ല എന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണവും വിമർശനവും SITക്കെതിരെ ഹൈക്കോടതി നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ധൃതിയിൽ പല അറസ്റ്റുകളും നടന്നത്. എന്നാൽ ഇപ്പോൾ
ശബരിമല തന്ത്രിയായ കണ്ഠരര് രാജീവരിലേക്ക് ഈ അറസ്റ്റ് ചെന്നെത്തി നിൽക്കുമ്പോൾ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലുളവാക്കുന്ന കാര്യം തന്നെയായിരുന്നു. കാരണം ശബരിമല ശാസ്താവായ അയ്യപ്പന്റെ പിതൃസ്ഥാനീയരാണ് തന്ത്രികൾ. ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ ദൈവഹിതത്തിന് മാനിക്കാത്ത രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി നടന്നിരിക്കുന്ന അറസ്റ്റിൽ ഉണ്ടായിരിക്കുന്നത് എന്ന വിശ്വാസമാണ് അയ്യപ്പ വിശ്വാസികൾക്കിടയിൽ രൂഢാമൂലമായിരിക്കുന്നത്. ഇത് സർക്കാരിന്റെയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെയും കള്ളക്കളി തന്നെയാണ് എന്നാണ് ഇപ്പോൾ ശ്രീജിത്തും തുറന്നു പറയുന്നത്. ചാനൽ ചർച്ചകളിൽ നിഷ്പക്ഷമായ അഭിപ്രായം പറയാറുള്ള ശ്രീജിത്ത് പണിക്കർ തന്റെ നിലപാടുകൾ വ്യക്തമായും ശക്തമായും ധൈര്യത്തോടുകൂടി വിളിച്ചു പറയുന്ന ഒരു സാമൂഹ്യ നിരീക്ഷകൻ തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട SIT ആദ്യ പാതിയിൽ നടത്തിയ അന്വേഷണമെല്ലാം തൃപ്തികരമാണ് എന്ന് നമുക്ക് തോന്നിയിരുന്നു. എന്നാൽ പിന്നീട് ബെല്ലാരി ജുവല്ലറിയിൽ നിന്നും ഗോവർദ്ധന്റെ പക്കൽ നിന്നും സ്വർണം കണ്ടെത്തി, അതായത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ശബരിമല സ്വർണ്ണപ്പാളികളിൽ നിന്നും ഉരുക്കിയെടുത്ത സ്വർണം കണ്ടെത്തിയത് തൊണ്ടി മുതലായി SIT സമർപ്പിക്കപ്പെട്ടപ്പോൾ അവിടെ മുതൽ തന്നെ SITയുടെ പങ്കിൽ തനിക്ക് സംശയം തോന്നി എന്നാണ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത്. മാത്രമല്ല, തന്ത്രിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ശബരിമല ദേവസ്വം ബോർഡിന്റെ ചട്ടപ്രകാരങ്ങൾ എല്ലാം ലംഘിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദേവസ്വം മാനുവൽ ലംഘിച്ചുകൊണ്ട് ശബരിമല സന്നിധാനത്തിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടു പോകുന്നതിന് കൃത്യമായ രീതിയിൽ അനുജ്ഞ നൽകി എന്നാണ്, മൗനാനുവാദം നൽകി തന്ത്രി എന്നുള്ളതാണ് SIT പറയുന്ന കേസ്. അതായത് തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളിൽ ഒന്നിതാണ് ശബരിമല സന്നിധാനത്തിൽ നിന്നും ശാസ്താ ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടിള പടിവാതിലും ഉമ്മറക്കട്ടിളയും ദ്വാരപാലക ശില്പങ്ങളിലെയും എല്ലാം സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോകുന്നതിന് തന്ത്രി മൗനാനുവാദം നൽകി അനുജ്ഞ നൽകി എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ ആയിരുന്ന N വാസുവിനെയും ദേവസ്വം പ്രസിഡന്റിനെയും എല്ലാം ഈ കേസിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്തുകൊണ്ടാണ് ദേവസ്വം മെമ്പറായ ശങ്കർദാസിനെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാത്തത്? അതായത് രേഖാമൂലം മൗനാനുവാദം നൽകി എന്ന രീതിയിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ രേഖാമൂലം അനുവാദം നൽകിയ ദേവസ്വം മെമ്പറായിരുന്ന എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന ശങ്കർദാസിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള ചോദ്യമാണ് ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നത്. ഇതാണ് SIT നിഷ്പക്ഷമായ രീതിയിലല്ല, അഥവാ ആദ്യ പാതിയിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഊർജ്ജസ്വലതയും നിസ്വാർത്ഥതയും നിഷ്പക്ഷതയും പിന്നീട് SITയുടെ അന്വേഷണത്തിൽ കണ്ടുവരുന്നില്ല. തീർച്ചയായും രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങിക്കൊണ്ട് തന്നെയാണ് CPMന്റെയും പിണറായി വിജയന്റെയും മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി ഏതൊക്കെയോ കോണുകളിൽ നിന്നുള്ള സമ്മർദ്ദത്തിന് വഴിപ്പെട്ടുകൊണ്ട് തന്നെയാണ് SIT ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് എന്ന രീതിയിൽ തന്നെയാണ് ശ്രീജിത്ത് പണിക്കർ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഒരു വേള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും SITയുടെ അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്, എന്തുകൊണ്ടാണ് വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം എത്തിച്ചേരാത്തത് എന്നുള്ളൊരു നിരീക്ഷണം കൂടി SIT നടത്തിയിട്ടുണ്ടായിരുന്നു. ശ്രീജിത്ത് പണിക്കർ ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന്റെ SITയുടെ നീക്കങ്ങളും, എന്തുകൊണ്ടാണ് മൗനാനുവാദം കൊടുത്തതിന്റെ പേരിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നവർ രേഖാമൂലം അനുമതി കൊടുത്തവരെ അറസ്റ്റ് ചെയ്യാതെ മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത് നിഷ്പക്ഷമായ ഒരു അന്വേഷണമല്ല, ആർക്കൊക്കെയോ വേണ്ടി ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് തന്നെയാണ് SIT ഇത്തരം നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്ന് കേരളീയർ സംശയിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാനാകില്ല എന്നാണ് ശ്രീജിത്ത് പണിക്കർ ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ശ്രീജിത്ത് പണിക്കർ ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇപ്പൊ തന്ത്രിയെക്കുറിച്ച് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? അദ്ദേഹത്തിന്റെ കുറ്റമായിട്ട് പറയുന്നത് ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് ആചാരപരമായിട്ടുള്ള അനുജ്ഞ അദ്ദേഹം നൽകിയിട്ടില്ല, അതുവഴി ആചാരലംഘനം നടത്തിയെന്നാണ്. അതായിട്ടൊരു കുറ്റമല്ല, മറിച്ച് അനുജ്ഞ ഇല്ലാതെയാണ് ഈ പാളികളെല്ലാം കൊണ്ടുപോയതെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. അത് ശരി എന്ന് നമുക്ക് പരിഗണിക്കാം. അതായത് അത് ധാർമ്മികമായിട്ടാണെങ്കിലും അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന രീതിയിലത്തേക്ക് നമ്മളൊരു വാദത്തിന് ഇപ്പോൾ അംഗീകരിക്കുന്നു എന്ന് കരുതിക്കോളൂ. അത് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകാനുള്ള ഒരു മൗനാനുവാദമാണ് എന്നാണ് SIT പറയുന്നത്. അപ്പോൾ ആ മൗനാനുവാദം അദ്ദേഹം കൊടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞത് മൗനാനുവാദം കൊടുത്തിരിക്കുന്ന ആളിനെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാമെങ്കിൽ രേഖാമൂലമുള്ള അനുവാദം കൊടുത്തിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ ശങ്കർദാസിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികളെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എഴുതിയപ്പോൾ അതേ ഉത്തരവാദിത്തമുള്ള ഭരണസമിതിയിലെ അംഗമാണ് ശങ്കർദാസ്. പക്ഷെ ശങ്കർദാസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഈ പ്രസിഡന്റ് പത്മകുമാർ ഇതൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ആർക്കെങ്കിലും റിപ്പോർട്ട് ചെയ്യാമല്ലോ. അല്ലാതെ തന്ത്രിക്ക് മാത്രമല്ലല്ലോ റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ധാർമ്മികതയോ ഉത്തരവാദിത്വമോ ഒക്കെ ഉള്ളത്. ശങ്കർദാസിനും റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ ശങ്കർദാസിന് വേണമെങ്കിൽ ആർക്ക് റിപ്പോർട്ട് ചെയ്യാം? തന്ത്രി റിപ്പോർട്ട് ചെയ്യുന്നത് ദേവസ്വം ബോർഡിനാണെങ്കിൽ ദേവസ്വം ബോർഡിൽ തന്നെ ഒരു വിയോജനക്കുറിപ്പ് ശങ്കർദാസിനും എഴുതാം. അദ്ദേഹം ചെയ്തിട്ടില്ല. പൊളിറ്റിക്കൽ അപ്പോയിന്റിയാണ് അദ്ദേഹം. ഇപ്പൊ നമ്മൾ പറയുന്നല്ലോ, ഈ പോറ്റിയെ കൊണ്ടുവന്നിരിക്കുന്ന ആള് തന്ത്രിയാണെങ്കിൽ അതിന്റെ ലൈബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ശങ്കർദാസിനെ കൊണ്ടുവന്നിരിക്കുന്ന ആരാണ്? CPI ആണ്. അങ്ങനെയാണെങ്കിൽ CPIയുടെ മന്ത്രിമാരോട് പറയാം, സർക്കാരിൽ ദേവസ്വം മന്ത്രിയുണ്ട്, അവരോട് പറയാം. അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല എന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ തന്ത്രി റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ പ്രശ്നം, പക്ഷേ ശങ്കർദാസ് റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ പ്രശ്നമല്ല എന്നുള്ളത് ഇരട്ടത്താപ്പാണ്. ഒപ്പം സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാനായിട്ട് രേഖാമൂലം അനുവാദം കൊടുത്തിരിക്കുന്ന കമ്മിറ്റിയിലെ അംഗമാണ് ഇദ്ദേഹം.
അങ്ങനെയുള്ള ഒരാൾ രേഖാമൂലം ഇവിടെ അനുവാദം കൊടുത്തിരിക്കുമ്പോൾ അറസ്റ്റിലാകാതെ പുറത്തിങ്ങനെ വിരാജിക്കുമ്പോഴാണ് ഈ മൗനാനുവാദത്തിന്റെ പേരിൽ തന്ത്രി അറസ്റ്റിലാകുന്നത്. ഇതിനേക്കാൾ ഒരുപക്ഷെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റം ശ്രീ PS പ്രശാന്ത് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയുന്നതല്ല, മാധ്യമങ്ങൾ പറയുന്നതല്ല, കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്ന സുപ്രധാനമായിട്ടുള്ള 4 ചാർജസ് വേണമെങ്കിൽ അദ്ദേഹത്തിനെതിരെ പറയാം. അതിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദേവസ്വം മാനുവലിന് വിരുദ്ധമായിട്ട് 2023 ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായിട്ട് ഈ ഒരു പെർമിഷനും എടുക്കാതെ, അതായത് ഈ ഉരുപ്പടികൾക്കെല്ലാം മെയിൻ്റനൻസ് നടത്തണമെങ്കിൽ അത് സന്നിധാനം വിട്ട് പോകാൻ പാടില്ല എന്നുള്ള 2 ബൈൻഡിങ് ആയിട്ടുള്ള ഓർഡറുകൾ, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കണ്ടീഷൻസ്, അതിനെ വയലേറ്റ് ചെയ്തിട്ട് ഇതെല്ലാം തന്നെ കൊണ്ടുപോയി. അപ്പോൾ SITയുടെ ഭാഷയിൽ ഇപ്പോൾ തന്ത്രിയുടെ കാര്യത്തിൽ പറയുന്നത് എന്താ? തന്ത്രി മൗനാനുവാദം കൊടുത്തുകൊണ്ട് ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടവും പ്രതികൾക്ക് അന്യായ ലാഭവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ, മാനുവലിനെ വകവയ്ക്കാതെ, ഹൈക്കോടതിയുടെ ഉത്തരവിനെ വകവയ്ക്കാതെ ഈ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് അനുമതി നൽകിയിരിക്കുന്ന PS പ്രശാന്ത് ചെയ്തിരിക്കുന്നത് എന്ത് തരത്തിലുള്ള കുറ്റമാണെന്നാണ് SIT മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. രണ്ടാമത്തെ കാര്യം, കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് 2018 മുതൽ അവിടെ നടന്നിരിക്കുന്ന 4.5 കിലോയുടെ പിൽഫറേജ്, ആ തട്ടിപ്പ് അതിനെ മറയ്ക്കുന്നതിന് വേണ്ടി, അതിനെ കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതേ പാറ്റേൺ 2025 തുടർന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാനല്ല, മാധ്യമങ്ങളല്ല, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളല്ല, പ്രതിപക്ഷമല്ല, മറിച്ച് ഹൈക്കോടതിയാണ്. അപ്പോൾ 2018 തട്ടിപ്പിനെ മറയ്ക്കുന്നതിന് വേണ്ടി, കൺസീൽമെന്റ്, അതിനു വേണ്ടിയിട്ടാണ് PS പ്രശാന്തിന്റെ കമ്മിറ്റി ഉൾപ്പെടെ 2025 പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞാൽ അത് എന്ത് തരത്തിലുള്ള അനുവാദമാണ്? മൗനാനുവാദമാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അനുവാദമാണോ? ഇനി മൂന്നാമത്തെ ചാർജ്, അതും പറഞ്ഞിരിക്കുന്നത് കോടതിയാണ്. പോറ്റിയുടെ കയ്യിൽ നേരത്തെ 2018 19 നടത്തിയിരിക്കുന്ന അറ്റകുറ്റപ്പണിയുടെ ഭാഗമായിട്ട് ബാക്കി വന്നിരിക്കുന്ന സ്വർണം കയ്യിലുണ്ട്. ആ സ്വർണ്ണമാണല്ലോ ധർമ്മകല്യാണം നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് N വാസുവിന് കത്തയച്ചത്. അപ്പോൾ അനധികൃതമായിട്ട് തനിക്ക് അവകാശമില്ലാത്ത സ്വർണം പോറ്റിയുടെ കൈവശമുണ്ട് എന്ന് കൃത്യമായി അറിഞ്ഞിട്ടും 2025 ഈ കാര്യത്തിന്റെ മെയിൻ്റനൻസ് എല്ലാം ഇതേ പോറ്റിയെ തന്നെ ഏൽപ്പിച്ചത് പ്രശാന്തിന്റെ ഭരണസമിതിയാണ്. അപ്പോൾ അതിനകത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കൾപ്പബിലിറ്റി ഇല്ലേ? ആ കൊടുത്തിരിക്കുന്നത് എന്ത് അനുവാദമാണ്? അറിഞ്ഞിട്ടും, അതായത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും കൊടുത്തു എന്നാണ് പറയുന്നത്. ഏറ്റവും അവസാനം 4ാമത്തെ കാര്യം, ഈ കാര്യത്തിൽ പ്രശാന്തിന്റെ കമ്മിറ്റിക്ക് അനാവശ്യമായിട്ടുള്ള ഒരു തിടുക്കം കാണിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതും കേരള ഹൈക്കോടതി തന്നെയാണ്. സീസണിന് മുമ്പ് തന്നെ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു തിടുക്കവും കാണിക്കേണ്ട സാഹചര്യം ഇല്ലാതിരുന്നപ്പോൾ അനാവശ്യ തിടുക്കം കാണിച്ചു എന്ന് പറഞ്ഞു. അത് പിന്നീട് ഡോക്യുമെന്റഡ് ആയിട്ട് ഇവിടെ ഉദ്യോഗസ്ഥർ തന്നെ എഴുതി വെച്ചിട്ടിരിക്കുന്നത് ആര് പറഞ്ഞു എന്നാണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു എന്നാണ്. എന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ടുള്ള 4 കാര്യങ്ങളിൽ ഡയറക്റ്റ് ആയിട്ടുള്ള അപ്രൂവൽ കൊടുത്തിരിക്കുന്ന ഒരാളിനെ പുറത്തു നിർത്തിയതിനു ശേഷം മൗനാനുവാദത്തിന് അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് SIT ശ്രമിക്കുന്നത് എങ്കിൽ പിന്നെ ഈ കാര്യത്തിൽ എന്ത് തരത്തിലുള്ള ശരിയായിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പണ്ട്, എനിക്ക് തോന്നുന്നൊരു 2 ആഴ്ച മുമ്പോ മറ്റോ ആണ് ഇവർ ഈ ഗോൾഡ് റിക്കവറി ചെയ്തത്. ആ ഗോൾഡ് റിക്കവറി ചെയ്യുന്ന സമയം വരെ SITയെ പൂർണ്ണമായിട്ടും ചർച്ചകളിൽ പിന്തുണച്ചയാളാണ് ശ്രീ വിനുവിന് അറിയാം. പക്ഷെ ആ ഗോൾഡ് റിക്കവറി ചെയ്ത സമയം മുതൽ എൻ്റെ സംശയം അത് ഇക്വലന്റ് ഗോൾഡ് ആണെന്ന് ഇവർ തന്നെ പറയുകയാണ്. അതായത് ഞങ്ങൾ ഇന്റിമിഡേറ്റ് ചെയ്തിട്ടല്ല ഇത് വാങ്ങിയിരിക്കുന്നത്. ഈ ഭണ്ഡാരിയുടെ കയ്യിൽ നിന്ന് 109 ഗ്രാമും ഈ ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് 475 ഗ്രാമും വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്റിമിഡേറ്റ് ചെയ്തിട്ടല്ല, അതായത് എടുക്കടാ എന്ന് പറഞ്ഞിട്ട് പഴയ ഏട് കുട്ടമ്പിള്ള കളിച്ചിട്ടല്ല ഞങ്ങളത് വാങ്ങിയിരിക്കുന്നത്, ഇവരിഞ്ഞു കൊണ്ടു തന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ആ സ്വർണം ഈ ഉരുക്കിയ സ്വർണമാണോ? അല്ല, ഇക്വലന്റ് ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിന് തത്തുല്യമായിട്ടുള്ള സ്വർണം എങ്ങനെ തൊണ്ടിയാകും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതല്ലെങ്കിൽ അവർ പറയണമായിരുന്നു ഇത് ഈ ഉരുക്കിയിരിക്കുന്ന അതേ സ്വർണ്ണമാണ് എന്ന് പറയണം. അല്ല, അത് കോടതിയുടെ ഉത്തരവിൽ പോലും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. SIT പറഞ്ഞിരിക്കുന്നത് ഇക്വലന്റ് ഗോൾഡ് ആണ് എന്ന്. അപ്പോൾ ഇതിനെ കേവലം ഒരു ചെറിയ സ്വർണ്ണ തട്ടിപ്പ് എന്ന രീതിയിലേക്ക് പരിമിതപ്പെടുത്തുന്നതിനും നമ്മൾ ഈ പറയുന്ന വലിയ സുഭാഷ് കപൂർ മോഡൽ ഒന്നും തന്നെ ഇല്ലാതിരിക്കുന്നതിനും ഇതിലുള്ള പല ആൾക്കാരെയും, രാഷ്ട്രീയ സ്വാധീനമുള്ള PS പ്രശാന്തിനെ പോലെ, ശങ്കരദാസിനെ പോലെയുള്ള ആൾക്കാരെ പുറത്തു നിർത്തിക്കൊണ്ട് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ദേവസ്വം വിജിലൻസിന് ഉള്ള റോള് വരെ അസ്യൂം ചെയ്തിട്ട് തന്ത്രി ഇതിൽ ശ്രമിക്കണം, അദ്ദേഹമായിരുന്നു ഇത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു കുടുക്കൽ ആംഗിൾ ഉണ്ട് എന്ന രീതിയിലത്തേക്ക് ആൾക്കാർ സംശയിക്കും. അങ്ങനെ സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവിടെ ശ്രമിക്കേണ്ടിയിരുന്നത് ആരാണ്? SIT ആണ്. പക്ഷേ SIT അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഇന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ വീണ്ടും SITയെ ഇതേപോലെ തന്നെ വിമർശിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വം എന്താണ് എന്ന രീതിയിലത്തേക്കുള്ള ചോദ്യം ഉണ്ടാകുന്നു. ഇദ്ദേഹത്തിന്റെ മകൻ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനാണോ, അതുകൊണ്ടാണോ എന്ന് ചോദിക്കുന്നു. ഈ ചോദ്യങ്ങളൊക്കെ നമ്മളും ചർച്ചകളിൽ ചോദിച്ചിട്ടുള്ളതല്ലേ. ഇദ്ദേഹത്തിന്റെ മകൻ റേഞ്ച് DIG ആയതുകൊണ്ടാണോ, അതോ സിറ്റി പോലീസ് കമ്മീഷണർ ആയതുകൊണ്ടാണോ, അതാണോ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്ന രീതിയിലത്തേക്കുള്ള ചോദ്യം ചോദിച്ചിട്ടില്ലേ. ഇപ്പൊ ഞാൻ പറയുന്നത് കോർട്ട് മോണിറ്റേഡ് ആയിക്കോട്ടെ, സംസ്ഥാന സർക്കാരിന് റോളില്ല എന്ന് പറഞ്ഞോട്ടെ, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സുതാര്യമാണ് എന്നും
അത് ലോജിക്കലാണ് എന്നും ഇവിടെയുള്ള ആൾക്കാർക്ക് ബോധ്യമുണ്ടാകണം. ആ ബോധ്യം ഈ തൊണ്ടി റിക്കവർ ചെയ്ത കാര്യത്തിലോ ഈ പറയുന്ന പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള ആൾക്കാരുടെ അറസ്റ്റ് നടക്കാതിരിക്കുന്ന കാര്യത്തിലോ ഇല്ല. ഇത്രയും വൈകി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റിസ് ബദറുദ്ദീൻ, അദ്ദേഹത്തിനോട് ഒരുപക്ഷെ ഈ അയ്യപ്പ വിശ്വാസികൾ കടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു പരാമർശം ഉണ്ടായിരുന്നില്ല എങ്കിൽ വിജയകുമാറിനെ പോലും അറസ്റ്റ് ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അതുവരെ വളരെ കൃത്യമായിട്ട് ഇവർക്ക് അറിയില്ലേ ഈ കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണോ ഈ അന്വേഷണ സംഘത്തിലുള്ളത്? വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള ആൾക്കാരല്ലേ? പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ചില ആൾക്കാരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും, ചില ആൾക്കാരെ അറസ്റ്റ് ചെയ്യില്ല. ചില ആൾക്കാരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കോടതി ഞങ്ങളെ വിരട്ടണം, ഇനിയും ചില ആൾക്കാരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് പരിഗണിക്കണമെങ്കിൽ കോടതി ഞങ്ങളെ ചീത്ത വിളിക്കണം. അങ്ങനെ ഒരു അന്വേഷണം നടക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു അന്വേഷണത്തിന് നമ്മൾ ദേവസ്വം ബെഞ്ച് പൂർണ്ണമായിട്ടുള്ള തൃപ്തി ഉണ്ട് എന്ന് പറയുമ്പോഴും ജസ്റ്റിസ് ബദറുദ്ദീൻ ഒരു ഇതിന് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരാളിനെ പോലെ തന്നെ നിന്ന് കണ്ടുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കുള്ള സംശയങ്ങളാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ ആ സംശയങ്ങൾ വാലിഡ് ആണ്, അല്ലാതെ വെറുതെ ഒരു സംശയം ഉണ്ടാക്കി നമ്മൾ ചോദിക്കുകയല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ മൗനാനുവാദത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും എന്നാൽ നിയമപരമായിട്ട് രേഖാമൂലം നൽകിയിരിക്കുന്ന അനുവാദത്തിന് ആ പ്രാധാന്യം നൽകാതിരിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇതേപോലെ ഇത് സംരക്ഷിക്കേണ്ടതിന് ചുമതലയുള്ള, ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടതിന് ചുമതലയുള്ള വേറെ ഉദ്യോഗസ്ഥരില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യൽ കമ്മീഷണർ, സ്പെഷ്യൽ ഓഫീസർ, ദേവസ്വം വിജിലൻസ്, ഈ ആൾക്കാരുടെ ഉത്തരവാദിത്തം എന്താണ്? ഇവരാരൊക്കെയാണ്? ഇവരെന്തൊക്കെ ചെയ്തു എന്നാണ് നിങ്ങൾ നോക്കിയിരിക്കുന്നത്? ഈ കാര്യത്തിനെ പറ്റിയുള്ള പരിഗണന പോലും ഉള്ളതായിട്ട് നമുക്കറിയില്ല.